ബൈബിളിൽ പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ബൈബിളിൽ നിങ്ങൾ ശക്തനും ധീരനുമായിരിക്കുക, ഇടം വലം വ്യതിചരിക്കരുത്, ന്യായപ്രമാണ ഗ്രന്ഥം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പത്ത് കൈവരുകയും ചെയ്യും. ജോഷുവയുടെ പോലെ ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. ഇതൊരു വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പഴയ നിയമത്തിൽ ബൈബിൾ പഠിപ്പിക്കുക ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ശക്തനും ധീരനുമായിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, വേലിയേറ്റം ഉണ്ടാവും, വേലിയിറക്കം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ലൈഫിലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനായാലും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ബൈബിൾ പറയാം ശക്തനും ധീരനുമായിരിക്കണം, ഇടം വലം, അതായത് ദൈവത്തെ മുറുക്കി പിടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ജന്മം തന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് സ്ഥാനം കൊടുക്കേണ്ടത്. നീ ശക്തനും ധീരനുമായിരിക്കും, ഇടം വലം വ്യതിചരിക്കും. ന്യായപ്രമാണം, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂടപ്പറപ്പുകൾ, പിന്നെ അന്യൻ്റെ വസ്തുക്കൾ അന്യായമായിട്ട് പിടിച്ചു പറിക്കാതിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുക, യൂണിവേഴ്സിനെ കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും. പിന്നെ ദൈവം എങ്ങോട്ട് പോയാലും നമ്മുടെ കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ശക്തനും ധീരനുമായിരിക്കുക, ഇടം വലം വ്യതിചരിക്കരുത്, ന്യായപ്രമാണ ഗ്രന്ഥം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കും, നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിൽ വേണ്ടത്. മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുക്കണം. അപ്പോൾ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ കൂട്ടത്തിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ദൈവമുള്ള ഒരു വ്യക്തിക്ക് ആർക്കും ആ വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും, ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നുമില്ലല്ലോ. ദൈവം കൂടുതലുള്ള ഒരു വ്യക്തിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അല്ലേ? ശരിയല്ലേ? അപ്പം ജോഷുവ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ തരണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എൻ്റെ ചാനലാണ്, ഷാവുളിക്കൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഞാൻ ഇതിൽ കൂടെ ഡെയിലി